ആൾക്കാരുടെ ഒരു സംശയക്കാരാണ് നമ്മൾ ഓടിക്കുന്ന വാഹനങ്ങൾ ഡീസലാണോ പെട്രോൾ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. നമ്മൾ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ വാഹനം നമ്മൾ വാങ്ങിയിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂൽ അടിക്കാവുന്ന സമയത്താവും നമ്മൾ ഇത് പെട്രോൾ ആണോ ഡീസലാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരിക. നമ്മൾ നേരെ പിന്നെ നമ്മൾ എന്താ ചെയ്യുക, നേരെ അവനക്ക് വിളിക്കും ഇത് പെട്രോൾ ആണോ ഡീസലാണെന്ന് ചോദിക്കും. പക്ഷെ നമുക്ക് വാഹനത്തിൻ്റെ അകത്ത് തന്നെ ഈ ഒരു കാര്യം തിരിച്ചറിയാൻ ചെറിയൊരു ടിപ്പുണ്ട്. അതായത് നമ്മൾ ഈ മീറ്ററിലേക്ക് നോക്കിയാൽ മതി. ഈ മീറ്ററിൽ RPM 8 വരെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പിക്കുക നമുക്ക് പെട്രോൾ വണ്ടിയാണ് തന്നെ. എന്നാൽ ഡീസൽ വണ്ടിയാണെന്നുണ്ടെങ്കിൽ RPM 6 വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ചെറിയ ടിപ്പാണ് കേട്ടോ. പല ആൾക്കാർക്ക് അറിയുന്നൊരു കാര്യമാണ്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ചെറിയൊരു ടിപ്പ് പറഞ്ഞതാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് 8 വരെ വരുന്ന പെട്രോൾ എഞ്ചിൻ നിൽക്കുന്ന ഒരു വാഹനം കൊണ്ടാണ് നമ്മൾ സ്റ്റോക്ക് വന്നുള്ളത്. 2015 മോഡൽ ഫോർഡിൻ്റെ എക്കോസ്പോർട്ട് വാഹനം കേട്ടോ. ടൈറ്റാനിയം വേരിയൻറ്റിലെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. തേർഡ് ഓണർഷിപ്പിൽ വെറും 57,000 കിലോമീറ്റർ മാത്രമാണ് വാഹനം റൺ ചെയ്തിട്ടുള്ളത്. ഡിക്കി ഡോർ റീപ്ലേസ് ഒഴികെ വേറെ മേജറായിട്ടുള്ള റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത പക്കാ കണ്ടീഷനുള്ള വാഹനം കേട്ടോ. ടൈറ്റാനിയം വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സ് വാഹനത്തിന് ഇൻക്ലൂഡിംഗ് ആയിട്ടുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, അലോയിൽ മിറർ കൺട്രോൾസ്, ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി വൈറ്റ് ബ്യൂട്ടിയിൽ ഇൻറ്റീരിയർ സൈഡ് ആണെങ്കിലും എക്സ്റ്റീരിയർ സൈഡ് ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വാഹനം കേട്ടോ. അപ്പോൾ ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 4,10,000 രൂപയാണ്. അതിൽ നമുക്ക് മാക്സിമം ലോണും കൂടി ചെയ്യാൻ പറ്റുന്ന വാഹനം കേട്ടോ. അപ്പോൾ ഒരു പെട്രോൾ എഞ്ചിൻ നിൽക്കുന്ന ഒരു എക്കോസ്പോർട്ടൊക്കെ നോക്കി നടക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഇതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തു.